പക്ഷേ ഇവിടെ തെയ്യം നടക്കുക ഒരു വലിയ ആലിൻ്റെ താഴെയായിരിക്കും. വേറെ മനുഷ്യനിർമ്മിതിയായ ഒരു അമ്പലമൊക്കെ ഇട്ടിട്ട് ഒന്നും നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കുറേ തെയ്യങ്ങൾ ഈ ഒരു 2-3 കൊല്ലത്തിനടക്ക് ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനൊക്കെ ചാനലെടുത്ത് നോക്കിയിനി. അപ്പോൾ ഏകദേശം എന്തായാലും ഒരു 100-300 മേലെ തെയ്യം എൻ്റെ ചാനലിൽ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നു. 300 വീഡിയോസ്. അതുപോലെ ഒരു വ്യത്യസ്തമായിട്ടൊരു കാഴ്ചയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചതായിട്ട് പോകുന്നത്. സംഭവം എന്ന് വെച്ചാൽ സാധാരണ അമ്പലങ്ങളായിരിക്കും. ഇപ്പം ഞാൻ പോകുന്ന അധികവും നമ്മളെ ക്ഷേത്രങ്ങളായിരിക്കും. പക്ഷേ ഇവിടെ തെയ്യം നടക്കുക ഒരു വലിയ ആലിൻ്റെ താഴെയായിരിക്കും. വേറെ മനുഷ്യനിർമ്മിതിയായ ഒരു അമ്പലമൊക്കെ ഇട്ടിട്ട് ഒന്നും നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കില്ല. കുറച്ച് അപ്പുറത്ത് മാറിയുണ്ട്, എന്നാലും തെയ്യം നടക്കുന്ന സ്ഥലത്ത് ആ ഒരു ആല് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളിന്ന് പോകുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ കുഞ്ഞിമംഗലത്തിനടുത്തുള്ള പൂമാലവതി ക്ഷേത്രത്തിലെ കളിയാട്ടത്തിലേക്കാണ്. അപ്പോൾ അവിടെ സാധാരണ നമ്മളെ വിഷ്ണുമൂർത്തിയും മടിച്ചാമടി തന്നെയാണ് കെട്ടുന്നത്. എന്നാലും ആ ഒരു ആംബിയൻസും ആ ഒരു കാവും നിങ്ങൾക്ക് എന്താ പറയുക, പറഞ്ഞറിയുന്നതിനപ്പുറം പോയി കാണുക തന്നെ വേണം. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 11:30 ആവാനായി. അപ്പോൾ ഞാൻ ഓർമ്മയില്ല ഈ തെയ്യത്തിൻ്റെ കാര്യം. അപ്പോൾ രാവിലെ കണ്ണാടിൻ്റെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ കണ്ണാടിൻ്റെ സ്റ്റാറ്റസ് ഇട്ട് ഇങ്ങനെ തെയ്യത്തിൻ്റെ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു 11:30 ആകുമ്പോൾ ഇറങ്ങുന്നു. ഇപ്പോൾ ഏകദേശം 11:30 ആയി. ഇനി കത്തിച്ച് വിടണം, എന്നാലും അടുത്തു. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ വഴിയേ പറയാം. പോയി നോക്കട്ടെ എന്നാ അവസ്ഥ. ചിലപ്പോൾ അവിടെ കീഞ്ചുണ്ടാവും, ചിലപ്പോൾ അവിടെ ഇറങ്ങണത്രയായിരിക്കും, ഒന്നും അറിയില്ല. പോയി നോക്കട്ടെ. അപ്പോൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ നമ്മളിന്ന് തെയ്യത്തെ തേടി പോകുന്നത് കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിമംഗലം അണിയക്കരയിലെ കളിയാട്ടത്തിലേക്കാണ്. സാധാരണ ഒരു അമ്പലവും അവിടുത്തെ തെയ്യവും അല്ല ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സവിശേഷത തന്നെയായിരിക്കാം മറ്റ് കാവുകളിൽ നിന്നും തെയ്യങ്ങളിൽ നിന്നും ഈ ഒരു തെയ്യത്തെയും കാവിനെയും ഏറെ വേറിട്ട് നിൽക്കുന്നത്. അമ്പലങ്ങളല്ലാതെ മറിച്ച് ഒരു വലിയ ആൽമരത്തിൻ്റെ താഴെയാണ് ഈ ഒരു തെയ്യം കെട്ടിയാടിക്കുക. ഹലോ ഗൈസ്, മുടിയാരാക്കട്ടെ ഇത് പറയാം. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ആള് പറയൂടാ. ഇതൊന്നും സംഭവങ്ങളാ അണിയക്കര എത്തിയ ഇതാണ് അമ്പലം, അണിയക്കര അമ്പലം. പക്ഷേ അണിയക്കര അമ്പലത്തിൽ ഇപ്പുറത്താ തെയ്യാട്ടാ. അതായത് അണിയക്കര അമ്പലത്തിൽ കുറച്ച് മാറിക്ക് കുറച്ചുള്ളോട്ട് ഒരു വലിയ ആളുണ്ട്. ആ ആളിൻ്റെ താഴെ ഭയങ്കര വൈബാണ്. ഒരിക്കൽ അമ്മല്ലോ അതിന് 2 കൊല്ലം മുമ്പ് എവിടെയോ വർക്കെടുത്തിട്ട് എവിടെയോ വർക്കെടുത്തിട്ട് വരുമ്പോൾ ആരോ പറഞ്ഞോട്ട് തെയ്യുണ്ട് അങ്ങോട്ട് അല്ലേ. അതെ അതെ. എന്നിട്ട് അങ്ങനെ തെയ്യുന്നുണ്ട്. ചാവണിയുണ്ട് എൻ്റെ ഫോണിലെ. എന്നിട്ട് അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സംഭവം. ഫുള്ള് ഒരു വലിയ ആല് അതിന് നേരെ താഴെ ഈ തെയ്യം കൊടൂര വൈബാ. അപ്പം നമ്മളിവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ രക്തയാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിനി. സംഭവം നമ്മൾ രക്തയാൻ വേണ്ടി കാണാൻ വേണ്ടി വന്നേ. പക്ഷേ എത്തുമ്പോഴേക്കും കുറച്ച് ലേറ്റായി പോയി. എന്നാൽ പിന്നെ ഏതായാലും വന്നേല്ലേ, നമുക്ക് മടിച്ചാമടിയുടെ പുറപ്പാട് കണ്ടേക്കാം. തെയ്യം എന്നതിനേക്കാൾ കൂടുതൽ ഈ ഒരു കാവിൻ്റെ ഭംഗി നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ കാര്യമായിട്ട് ഇങ്ങോട്ട് വന്നത്. അമ്മയുണ്ടാവും അല്ലേ, കനൽ പോലെ എരിയുന്ന മനസ്സുകൊണ്ട് ദുഃഖിക്കുന്ന നിങ്ങൾക്ക് കൂട്ടിന് മാതാവുണ്ടാവും. തിരുനിലക്കാവട്ടെ എല്ലാം മൊഴി കണ്ടു വെക്കാൻ തക്കവണ്ണം തന്നെ അമ്മ നിങ്ങൾക്ക് എന്തൊരു ഭാരം. കാണുമ്പോൾ ദൈവമാണെങ്കിലും ഒന്നുകൂടി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനുഷ്യൻ പണ്ട് ആരാധിച്ച ആ പ്രകൃതിയെ തന്നെയാണ് ഇവരിവിടെ ദൈവത്തിൻ്റെ രൂപത്തിൽ ആരാധിക്കുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാണുന്ന ഏതൊരാൾക്കും അത്രമേലേറെ ഇഷ്ടപ്പെടുന്ന ഒരു ചുറ്റുപാട് തന്നെയാണ് ഈ കാവിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏറെ പറയുന്നില്ല, ബാക്കി വിശേഷങ്ങൾ നമുക്ക് കണ്ടു തന്നെ അറിയാം. പോസ്റ്റ് 1 മണിക്കൂറാവും. അനുവട്ടം പറഞ്ഞ 1 മണിക്കൂറാവും ചാവണ്ടി ചെയ്യാൻ. ഇപ്പോഴൊന്നും നോക്കണ്ട. ഇതാ വ്യക്തിയാൻ വേണ്ടി കൂടി കൊടുക്കുന്നുണ്ട്.
നല്ല വൈബ് കിട്ടാം. അപ്പുറത്ത് കൊണ്ടുവച്ചാൽ വേണ്ടി ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ സ്ഥലത്ത് നിന്ന് എനിക്ക് പോകാൻ തോന്നില്ല. നല്ല രസം കൊണ്ടിരിക്കാറുണ്ട്. നടക്കാൻ പറ്റില്ല. അങ്ങനെ നടക്കാൻ പറ്റില്ല. കയ്യാലക്കാണ് ഇതിൻ്റെ കയ്യാലൊക്കെ വേണ്ട വീട്. എൻ്റെ ഓനില്ലേ ഒരു കൊല്ലം കഴിഞ്ഞ കൊല്ലം എൻ്റെ അപ്പുറം കൂട്ടി ഞാൻ വന്നേ അങ്ങോട്ട്. അതിന് ശേഷമാണ് ആദ്യമായിട്ട് വന്ന് ഇപ്പം ഇല്ലെന്താ വിളിക്കണ്ടല്ലേ നാട്ടുകാരനാണെന്നല്ലോ. അപ്പുറത്ത് കൊണ്ടുവച്ചാൽ മതി, പോയി നോക്കട്ടെ എന്നാ അവസ്ഥ. ചെണ്ടോട് നിൽക്കുന്നുണ്ട്. ഇതാ കേട്ടോ. ഒന്ന് വലിച്ചെടുക്കാം. കൊല്ലങ്ങളോളം പഴക്കമുള്ള 35 എടുത്തിട്ട് വരും. പാർവതിയെ
വിശരുതേ